إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹിദീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും ഇന്ന് കുടുംബങ്ങളിൽ, അയൽവാസികൾക്കിടയിൽ, ജ്യേഷ്ഠ അനിയന്മാർക്കിടയിലൊക്കെ പിണക്കങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും വെറുപ്പുകളും ഒക്കെ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ വർഷങ്ങൾ അങ്ങനെ പിണങ്ങി നിന്ന് ഏതോ ഒരു സമയത്ത് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇടകിട്ടിയപ്പോഴാണ് താൻ ഇത്രയും നാള് പിണങ്ങി നിന്നതിലൊരു കഴമ്പുമുണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നതും എന്ന് തിരിച്ചറിയുന്നതും. അങ്ങനെ പിന്നീട് അവര് സ്വസ്ഥമായി ജീവിക്കുന്നതൊക്കെ പല സന്ദർഭങ്ങളിൽ പലരുടെ വിഷയത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ഈ ഒരു അവസ്ഥക്കൊക്കെ കാരണം എന്ന് പരിശോധിക്കുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച ചില പ്രധാനപ്പെട്ട ചീത്ത സ്വഭാവങ്ങൾ പലരിലും ഉണ്ടാകുമ്പോഴാണ് ഈ പിണക്കങ്ങൾക്കും അകൽച്ചകൾക്കും വിദ്വേഷങ്ങൾക്കുമൊക്കെ കാരണമായി തീരുന്നത്. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ എന്ന് വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറൻ മിനൽ വന്ന. വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, അല്ലാഹുവിലും അവിടുത്തെ റസൂലിലും വിശ്വസിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കരങ്ങളിലൂടെ പൂർത്തീകരിച്ച ഈ മതത്തെ കൃത്യമായി സ്വീകരിച്ച് സ്വർഗം കാംക്ഷിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇജ്തനിബു, നിങ്ങൾ വെടിയണം, കസീറൻ മിനൽ വന്നി, ഊഹങ്ങളിൽ നിന്ന് അധികവും നിങ്ങൾ വെടിഞ്ഞു കളയണം. ഊഹങ്ങൾ പാടില്ല. ഒരാളെ അടുത്തുള്ള വീട്ടിൽ നമ്മുടെ സുഹൃത്തിനെ കണ്ടപ്പോ അയാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അയാൾ അവിടെ വന്നത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിരിക്കും, എന്നെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും, അതല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനായിരിക്കും. ഇങ്ങനെ വന്ന ഓരോ സമയങ്ങളിലും തെറ്റിദ്ധാരണകളും, അല്ലെ, വീട്ടിലേക്ക് ഒരാള് കടന്നു വരുമ്പോ, വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അയാൾ വന്നത് എന്തിനായിരിക്കാം എന്നൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലിട്ട് ആലോചിച്ച് ചിന്തിച്ച് വേണ്ടാത്ത ചിന്തകൾ കടത്തിക്കൂട്ടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട്. ആ മൊന്നിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോടി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ബഅദ ളന്നി ഇസ്മുൻ, തീർച്ചയായും അധിക ഊഹവും അത് പാപത്തിൽപ്പെട്ടതാണ്, അത് തിന്മയാണ്, അത് നിനക്ക് ഗുണം ചെയ്യുകയില്ല, നിനക്ക് ദോഷമാണ് ചെയ്യുകയുള്ളൂ. സഹോദരങ്ങളെ, വേണ്ടാത്തതും വേണ്ടതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചു കൂട്ടി മനസ്സിനെ വ്രണപ്പെടുത്തി മനസ്സിനെ മലീമസമാക്കി ജീവിക്കുന്നത് എത്ര വലിയ അപകടകരമായ ജീവിതമാണ്. ഒരു സ്വസ്ഥത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമോ? ഒരു സമാധാനം അദ്ദേഹത്തിന് ലഭിക്കുമോ? ഈ ഒരു സ്വഭാവം കൊണ്ടു നടക്കുന്നവർക്ക് എങ്ങനെയാണ് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക? അത് കണ്ടാലും ഇത് കേട്ടാലും അതറിഞ്ഞാലും അതൊക്കെ എന്നെ കുറിച്ചായിരിക്കോ, എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കോ എന്നൊക്കെ ചിന്തിക്കുന്ന ഈ സ്വഭാവമുണ്ടല്ലോ, അത് ഏറ്റവും വലിയ അപകടമാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം. വൃത്തികെട്ട മോശപ്പെട്ട സ്വഭാവങ്ങളൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വലാ യതബഅദുകും, നിങ്ങൾ പരസ്പരം നിങ്ങൾ ഏഷണി പറയരുത്, നിങ്ങൾ പരദൂഷണം പറയരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉപമിച്ച് പറഞ്ഞത് എന്തിനോടാണെന്നറിയോ? അയുഹിബ്ബു അഹദുകും, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ എന്തിന്? അയ്യകുല ലഹ്മ അഖീഹി മൈതാ, മരിച്ചു കിടക്കുന്ന തന്റെ സഹോദരന്റെ മയ്യത്തിൽ നിന്ന് ആ മാംസത്തെ എടുത്ത് കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ആ ഇഷ്ടം നിങ്ങൾക്കില്ലെങ്കിൽ അതേ പടിയാണ്, അതേ സ്വഭാവമാണ് തന്റെ സഹോദരനെ കുറിച്ച് ഏഷണി പറഞ്ഞുകൊണ്ട് നടക്കുക എന്നത്. നമുക്ക് നമ്മളെ കുറിച്ച് എന്തോരം പറയാനുണ്ട് സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് എന്തോരം ചിന്തിക്കാനുണ്ട്, എന്റെ സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ച് എന്തൊക്കെ ആലോചിക്കാനുണ്ട്. ഞാൻ എന്ത് ഇങ്ങനെ എന്ന് എത്ര നേരം ആലോചിച്ചാലും ചിന്തിച്ചാലും തീരാത്തത്ര എത്ര ചെറിയ ചെറിയ വലിയ വലിയ ദോഷങ്ങളും ദുസ്വഭാവങ്ങളും നമ്മളിൽ കയറി കൂടിയിട്ടുണ്ട്. എന്തേ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ, എന്നെ കുറിച്ച് ഞാൻ ആലോചിക്കാൻ എനിക്ക് പറ്റാത്തതെന്തേ? ഇവിടെയാണ് പിശാചിന്റെ കളി. അമലുകൾ ചെയ്യുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ജമാഅത്തിൽ പങ്കെടുക്കുന്ന, അതേപോലെ തന്നെ നോമ്പ് പിടിക്കുന്ന, ദിക്ർ ചൊല്ലുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്തിട്ടുള്ള സഹോദരങ്ങളെ, അങ്ങനെ റബ്ബിലേക്ക് എങ്ങനെയൊക്കെ അടുക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുന്ന ആളുകളിലേക്ക് ഇതാ അവരുടെ അമലുകളെ പൊളിച്ചു കളയാൻ, അവരുടെ അമലുകൾ ഒന്നുമില്ലാതെ നാളെ റബ്ബിന്റെ അടുക്കൽ പരാജയപ്പെട്ടവർ റബ്ബിന്റെ മുമ്പിൽ കാണാൻ
അതിനാഗ്രഹിക്കുന്ന പിശാച് ഇതാ നമ്മളിലേക്ക് ഇങ്ങനെ നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്താണ് ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൽ ഗീബ, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് പരദൂഷണം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരൻ വെറുക്കുന്നത് അവനെ കുറിച്ച് പറയാൻ. നമുക്കൊരു സുഖം കിട്ടണപ്പോഴാണ്, നമ്മുടെ ഒരു വർത്താനത്തിൽ ഒരു സുഖം കിട്ടണപ്പോഴാണ് നമ്മുടെ സഹോദരൻ ഇഷ്ടമില്ലാത്ത പറയുമ്പോഴാണ്. നമ്മുടെ സഹോദരന് ഇഷ്ടമില്ലാത്തത് അവൻ മറച്ചു വെച്ച അവന്റെ ഏതെങ്കിലും ദുർബലതകളെ അതറിഞ്ഞു കഴിയുമ്പോ സമൂഹത്തിന്റെ മുമ്പിൽ, അവനറിയുന്നവരുടെ മുമ്പിൽ അവനെ നാശിക്കാൻ, അവനെ മോശപ്പെടുത്താൻ, അത്രയും നേരം അവനെ കുറിച്ച് ഇങ്ങനെ നല്ലത് വിചാരിച്ചിരിക്കുന്ന ആളുടെ മനസ്സിലേക്ക് അവൻ അത്ര നല്ലവനൊന്നും ആവണ്ട, അവൻ ഇങ്ങനെയൊക്കെ ദൂഷം എനിക്കറിയാം, ഇപ്പൊ എന്നിട്ടോ അതൊക്കെ ഇങ്ങനെ വളർത്താം, അതൊക്കെ ഇങ്ങനെ പറയാം, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. സഹോദരങ്ങളെ, എത്ര വലിയ പാതകമാണ്, എത്ര വലിയ പാതകമാണ്. നമ്മളൊരു തിന്മ ചെയ്തു വിചാരിക്കും, നേരെ തിരിച്ചു, നമ്മളൊരു തിന്മ ചെയ്തു, ഞാനും ഉറപ്പും അതേപോലെ ഒന്നോ രണ്ടോ വ്യക്തി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ എന്താ ചിന്തിക്കുക, അപ്പേ ഇത് ഒരാളും അറിയില്ല, അള്ളാഹുവേ പറ്റിപ്പോയതാണ്, ഇനി ഉണ്ടാവില്ല. അള്ളാഹുവേ എനിക്ക് പോച്ചെന്ന് ചിലപ്പോ നന്നായിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടാകും, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി ഇനി ആ തിന്മയിലേക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. എന്നാലും ഈ അറിഞ്ഞ രണ്ടു മനുഷ്യന്മാര് നമ്മളെ കുറിച്ച് നാട്ടിൽ ഇങ്ങനെ പറഞ്ഞിരുന്നാലും എന്തൊരു അവസ്ഥ. സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് ആരും അറിയരുത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതേ ചിന്ത എന്റെ സഹോദരന്റെ തിന്മ ഒരാളും അറിയരുത് എന്ന കൃത്യമായ ബോധവും ബോധ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയാം, അവൻ വെറുത്തത് നിന്റെ സഹോദരനെ കുറിച്ച് നീ പറയലാണ്. അല്ലാഹുവിന്റെ റസൂലിനോടൊരു ചോദ്യം, ഇതിങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ മനസ്സിൽ വന്ന ചോദ്യം, എന്താ ചോദ്യം? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, അഫറഅയ്ത, അല്ലാഹുവിന്റെ റസൂലേ, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്നത് എന്റെ സഹോദരനിൽ ഉണ്ടെങ്കിലോ പ്രവാചകരെ. രണ്ടാൾക്കാരുണ്ട്, മറ്റുള്ളവർ ക്ഷമാണ് ഉറങ്ങാനല്ലല്ലോ അല്ല, എല്ലാ കുട്ടികളും പറയുകയാണ്. ഞാൻ പറഞ്ഞിട്ട് സമയം കളയണ്ട, തിരിച്ചിട്ടാണ് ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ അമല് കളയണ്ട. ഓക്കെ, നോക്കിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പറയുന്നത് ആ കുറ്റം, ആ പോരായ്മ അയാളിലുണ്ടെങ്കിലോ അപ്പൊ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ രൂപത്തിലാ ചോദ്യം. ഞാൻ പറയുന്നത് ആ തിന്മ, ആ കുഴപ്പം, ആ പ്രശ്നം അയാളുണ്ടെങ്കിലോ പിന്നെ ഞാൻ കുറ്റക്കാരനല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഅ്തബതുഹു, നീ പറയുന്നത് അവനിലുണ്ടെങ്കിൽ നീ അവനെ കുറിച്ച് ഏഷണി പറഞ്ഞു, പരദൂഷണം പറഞ്ഞു. നീ പറയുന്നത് ആ പോരായ്മ അവനിലുണ്ടെങ്കിൽ നീ അവനെ കുറിച്ച് പരദൂഷണം പറഞ്ഞിരിക്കുന്നു. വഇല്ലം യകുൻ ഫീഹി മാ തഖൂലു, ഇത് നീ പറയുന്നത് അവൻ ചെയ്യാത്ത, അവൻ അറിയാത്ത ഒരു കാര്യമാണ് അവനെ കുറിച്ച് നീ പറയുന്നതെങ്കിലോ ഫഖദ് വഹത്തഹു, നീ അവനെ കുറിച്ച് കള്ളം പറഞ്ഞിരിക്കുന്നു. ആരാ പറയണേ? ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സഹോദരൻ ചെയ്ത തെറ്റ്, അവൻ അതിനെ മറച്ചു വെച്ച കാര്യം നമ്മളായിട്ട് എന്ത് ചെയ്യുക, വേറൊരുത്തരോട് പറയുക. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ, എല്ലാ മനുഷ്യന്മാരും ഇതൊക്കെ കൃത്യമായി പാലിച്ച് ജീവിച്ചാൽ, എല്ലാ മനുഷ്യന്മാരും കൊണ്ട് മുസ്ലിങ്ങൾ ജീവിച്ചാൽ എത്ര ഫിത്ന കുറഞ്ഞു കിട്ടും, എത്ര പ്രശ്നങ്ങൾക്കൂടെ പരിഹാരമാകും. അല്ലാഹു നമ്മുടെ മനസ്സിനെ കൃത്യമായി നിയന്ത്രിക്കുന്ന റബ്ബ്, ആ മനസ്സിനെ അറിയുന്ന റബ്ബ്,
അവിടെ പ്രശ്നങ്ങളില്ലാതിരിക്കാനുള്ള സൊല്യൂഷൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു പോരായ്മ നമുക്കുണ്ടോ? ഞാൻ പറയുന്നതൊക്കെ മറ്റുള്ളവരെ കുറിച്ചാണോ? നമ്മൾ ചിന്തിക്കണം. നോക്കി, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലിതാ അവിടെ നിന്ന് ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ചിട്ട് സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു പ്രയോഗം പറഞ്ഞു. എന്താണ്? ഉള്ളത്തിലെ പൊക്കം കുറഞ്ഞവൾ. പൊക്കം കുറഞ്ഞവൾ ഒന്നുമില്ല. സഫിയ റളിയല്ലാഹു അൻഹ എന്താണ്? ഉയരം കുറഞ്ഞ ഒരു സ്ത്രീയാണ്. അതിനെന്താ പ്രശ്നം? നമ്മളൊക്കെ കൂട്ടുകാരന്മാരെ വിഷയം ചെയ്യുന്നത് ഇരട്ടപ്പേര് വെച്ചിട്ടാണ്. ഇരട്ടപ്പേര് എന്താ? ഇരട്ടപ്പേര് നല്ല പേരുണ്ട്, ഉമ്മ വാപ്പ ഇട്ട നല്ല പേരുണ്ട്. പക്ഷെ നമ്മൾ വിളിക്കണ്ട, അവനെ ഏതെങ്കിലും കൂടായ്പ പേര് വെച്ചിട്ട് നമ്മൾ വിളിക്കാം. അത് പറ്റുമോ? നോക്കി, പൊക്കം കുറഞ്ഞവളെന്ന് വിളിക്കുന്നു. നോക്കി, ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ആയിഷ പറയാം, ഹസ്ബുക മിൻ സഫിയ്യത കദാ വകദാ ഖാല ഗൈറു മുസദ്ദദിൻ തഅനി കസീറാ. അല്ല, സഫിയ ഇങ്ങനെയൊക്കെ പൊക്കം കുറഞ്ഞ പെണ്ണാണല്ലേ? അല്ലാഹു റസൂലിനോട് ആര് പറയാ? ആയിഷ പറയാ. സംസാരത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയാ. അപ്പോ ആയിഷ റളിയല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താണെന്ന് അറിയോ? ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി. ആയിഷ, നീ പറഞ്ഞ വാചകമുണ്ടല്ലോ, നീ പറഞ്ഞ ഈ കളിയാക്കൽ ഈ വാചകമുണ്ടല്ലോ, അതെങ്ങാനും ഒരു സമുദ്രത്തിൽ അത് ഇട്ടുകഴിഞ്ഞാൽ, കലക്കിക്കഴിഞ്ഞാൽ ആ സമുദ്രം തന്നെ മലീമസമായി പോകുന്ന വാചകമാണ്. വലിയ ഗൗരവത്തോടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ പറഞ്ഞെന്താ പ്രശ്നം? എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്നെന്താ പ്രശ്നം? നോക്കി, ഹദീസുകളിൽ കാണാം, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് ഇങ്ങനെ നാം നടക്കുകയാണെങ്കിൽ നമ്മുടെ കുറെ അമലുകൾ നഷ്ടപ്പെടുന്നതാണ്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. നമ്മുടെ ഒരു അമലും നമുക്ക് ഉപകാരപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, സഹാബ, അത്ദറൂന മൽ മുഫ്ലിസ്? സഹാബ, നിങ്ങൾക്ക് ഈ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പാപ്പർ എന്ന് പറഞ്ഞാൽ, സഹാബ നിങ്ങൾക്ക് ആരാണെന്ന് അറിയോ? ഒരു കാര്യം എന്റെ ഇടയിൽ സൂചിപ്പിക്കുക. രണ്ട് കാലിൽ കുത്തിവെച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്ന രൂപം ജുമാക്ക് പാടില്ല. അല്ലാത്ത സമയത്ത് ഇരിക്കണല്ല. ജുമാ കേൾക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ പാടില്ല. അറിയാത്തത് കൊണ്ടാണ് അല്ലാഹു പുറത്തു തരട്ടെ. അറിവ് കിട്ടുന്നത് എന്താണ്? അത് തിരുത്തി സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തദറൂന മൽ മുഫ്ലിസ്? അല്ല, ഈ പാപ്പര് ആരാണെന്ന് അറിയോ? സഹാബത്ത് പറഞ്ഞു, ഖാലു അൽ മുഫ്ലിസു ഫീനാ. അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പർ എന്ന് പറഞ്ഞാൽ പ്രവാചകരെ, പൈസ ഇല്ലാത്ത, ദിർഹമില്ലാത്ത, വിഭവങ്ങളില്ലാത്തവരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പർ എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫഖാല ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ. എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, പാപ്പർ എന്ന് പറഞ്ഞാൽ, അവർ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നവരാണ്. ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. നിസ്കാരം കൊണ്ടാണ് കടന്നു വരുന്നത്, നോമ്പ് കൊണ്ടാണ് കടന്നു വരുന്നത്, സകാത്ത് കൊണ്ടാണ് അവർ കടന്നു വരുന്നത്. പക്ഷേ അവരിന്നാളുടെ രക്തം ചീന്തിയിട്ടുണ്ട്, അവരിന്നാളുടെ അഭിമാനം ചീന്തിയിട്ടുണ്ട്, അവരിന്നാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ് അവൻ കടന്നു വരുന്നതെങ്കിൽ അവന്റെ നന്മകളൊക്കെ മറ്റേ ആ ചീത്ത പറയപ്പെട്ട, ആ ധനം അന്യായമായി തിന്നപ്പെട്ട ആ മനുഷ്യന് കൊടുക്കുന്നതാണ്. എന്നിട്ട് അവനോട് പറയും, ഇതൊക്കെ നിന്റെ നന്മയാണല്ലോ എന്ന് പറയും. ഇനി ഇവന്റെ നന്മകളൊക്കെ ഈ ഒരു പ്രതിക്രിയ ചെയ്യുന്ന സമയത്ത് അത് തീരുന്നതിന് മുമ്പ് തീർന്നു പോയി കഴിഞ്ഞാലോ,
അവന്റെ പ്രതിക്രിയ കഴിയുന്നതിന് മുമ്പ് തീർന്നു പോയി കഴിഞ്ഞാലോ എന്താ അവസ്ഥ എന്നറിയോ? ഇവന്റെ തിന്മകളുണ്ടല്ലോ, ആരെക്കുറിച്ചാണോ ചീത്ത പറഞ്ഞത്, ആരെയാണോ ഏഷണി പറഞ്ഞത്, ആരെയാണോ പരദൂഷണം പറഞ്ഞത്, ആരുടെ സ്വത്താണോ അന്യായമായി തിന്നത്, ആരെയാണോ അന്യായമായി ദ്രോഹിച്ചത്, ആ മനുഷ്യന്റെ തിന്മകളുണ്ടല്ലോ ഈ നിസ്കരിച്ച, നോമ്പെടുത്ത, സക്കാത്ത് കൊടുത്ത മനുഷ്യന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിടുമെന്നുള്ളതാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫതുരിഹത് അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുന്നവരാണ് നമ്മൾ, നോമ്പെടുക്കുന്നവരാണ് നമ്മൾ, സമ്പത്ത് കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കാൻ സൂക്ഷ്മത ഉള്ളവരാണ് നമ്മൾ. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. വെറുതെ നമ്മുടെ അമലുകളൊക്കെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു രൂപം ഉണ്ടായിക്കൂടാ. നോക്കി, മറ്റൊരവസ്ഥ എന്താ? പരലോകത്ത് യഥാർത്ഥത്തിൽ ആ അമലുകളൊക്കെ മറ്റുള്ളവർക്ക് വീതം വെച്ചു കൊടുക്കുമെന്നുള്ളതാണ്, അല്ലേ? നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേ ആശയം. രണ്ടാമത്തെ കാര്യം എന്താ? ചെമ്പിന്റെ നഖം കൊണ്ട് മുഖവും നെഞ്ചും മാന്തുന്നവരായി ഇവരെ കണ്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രി പോകുമ്പോ അവിടെ നിതാ ചില മനുഷ്യന്മാര് ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് മുഖം ഇങ്ങനെ മാന്തിപ്പൊളിക്കുകയാണ്, നെഞ്ചിങ്ങനെ മാന്തിപ്പൊളിക്കുകയാണ്, മാംസങ്ങൾ ഇങ്ങനെ അവരുടെ കൈകളിലൂടെ ഇങ്ങനെ വിരലുകളിലൂടെയൊക്കെ ഇങ്ങനെ വരികയാ. ഇങ്ങനെ മാന്തിപ്പൊളിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ജിബ്രീലിനോട്, ആരാണിവർ? അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് മറുപടി പറഞ്ഞു കൊടുത്തു, ജനങ്ങളുടെ മാംസം തിന്നുകയും അഥവാ പരദൂഷണം പറയുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുകയും ചെയ്തവരാണവർ. ഇങ്ങനെയുള്ളവർക്ക് ഒരു രസം എന്ത് ഇങ്ങനെ പറഞ്ഞെടുക്കാൻ. പക്ഷേ മരിച്ചു വലിയ രസമുണ്ടാവില്ല. മരിച്ചു കഴിയുമ്പോ ഒരു രസം ഉണ്ടാവില്ല. അതിങ്ങനെ നമുക്കെതിരെയായി ചെയ്തതൊന്നും സ്വീകരിക്കപ്പെടാതെ, ചെയ്തതൊന്നും ഗുണപ്പെടാതെ അതൊക്കെ പറഞ്ഞവരിലേക്ക് കൊണ്ടുപോയി കൊടുക്കപ്പെടുന്ന അവസ്ഥ. സഹോദരങ്ങൾ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? നരകത്തിൽ നിന്ന് എന്ത് ചെയ്യും? മാംസം ഭക്ഷിപ്പിക്കും. പറയാം, ഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമതി മാ യുൽഖി ലഹാ ബാലാ യഹ്വി ബിഹാ ഫീ നാരി ജഹന്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാംസം തിന്നുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് അതുപോലെ തീറ്റിക്കുന്നതാണെന്ന് അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അങ്ങനത്തെ വലിയ പ്രയാസങ്ങളുണ്ടാകും. നാലാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖബർ ശിക്ഷയ്ക്ക് കാരണം അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അടുക്കിലൂടെ നടന്നുപോയി. മറബി ഖബറൈൻ, രണ്ട് ഖബറിന്റെ അടുക്കിലൂടെ നടന്നു പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീൻ. ഈ രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകളും വലുതല്ലാത്ത എന്നാൽ ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട്. بلا إنه كبير أما أحدهما فكان يمشي بالنميمة. അതിലൊന്നാമത്തെ കബറിന്റെ ആളുടെ അവസ്ഥ എന്താ? ഫകാന യംശി ബിന്നമീമ. അവൻ ഇങ്ങനെ നമീമത്ത് പറഞ്ഞ്, യശരി പറഞ്ഞ് നടന്നവനാണ്, പരദൂഷണം പറഞ്ഞ് നടന്നവനാണ്. ആളുകളെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതുമൊക്കെ പറഞ്ഞ് അവരിഷ്ടപ്പെടാത്തതും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ രസിച്ച് നടന്ന ആളുകളാണ്. സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞ് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി വെക്കുമ്പോൾ മുതൽ അവന്റെ ശിക്ഷകൾ അവനെ ആരംഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വഅമ്മൽ ആഖറു ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി. അല്ലെ, മറ സ്വീകരിക്കാതെ മൂത്രിക്കുന്നവർ, അതല്ലെങ്കിൽ തന്റെ ശരീരത്തിലേക്ക് താൻ ഒഴിക്കുന്ന വിസർജനം തെളിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താതെ അതിനെ നിർവഹിക്കുന്നവർ. അല്ലെ, ചില ആൾക്കാർക്കൊന്നും അതിലൊരു ശ്രദ്ധയില്ല. അങ്ങനെയൊക്കെ മൂത്രമൊഴിച്ചിങ്ങനെ പോരലാണ്, ശരീരത്തിൽ വീഴുന്നുണ്ടോ
ഒന്നും ശ്രദ്ധിക്കണില്ലേ? ശ്രദ്ധിക്കണം. അത് ഖബറിൽ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ചില പള്ളികളിലൊന്നും ബാത്റൂമിൽ അവിടെ ബാൻഡ് പോലും തൂക്കിടാനുള്ള ഒരു ആങ്കർ പോലും ഇല്ല. അതൊക്കെ നമ്മളൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ അതില്ലെങ്കിൽ പ്രത്യേകം നമ്മൾ അതൊക്കെ സ്ഥാപിക്കാൻ ആവശ്യപ്പെടണം. ബാത്റൂമിൽ ഉള്ളിൽ ചെന്നാൽ ഈ വസ്ത്രത്തിൽ നജസാകാതെ അതൊന്ന് തൂക്കിയിടാൻ പോലും ഇടങ്ങളില്ലാത്ത ബാത്റൂമുകൾ പല പള്ളികളിൽ നമ്മൾ കാണാറുണ്ട്. അതെ, ശ്രദ്ധിക്കുന്നവർ അതൊക്കെ അവിടുത്തെ കമ്മിറ്റിയോടൊക്കെ ഓർമ്മപ്പെടുത്തി അത് ശരിയാക്കണം. ഒരു 50-100 പണിയിലുള്ളൂ, അത് ശ്രദ്ധിക്കണം. കാരണം ഖബറിൽ ശിക്ഷ കിട്ടുന്ന അവസ്ഥയാണ്. എല്ലാത്തിടങ്ങളിൽ ഈ മൂത്രമൊക്കെ തളിച്ച് ആ വസ്ത്രം കൊണ്ട് വന്ന് നിസ്കരിക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതൊക്കെ നമ്മളും ശ്രദ്ധിക്കണം. നമ്മൾ നിർവഹിക്കുന്നിടത്ത് ഖബറിൽ ശിക്ഷ കിട്ടുന്ന ഒരു കാരണത്തിൽപ്പെട്ടതാണ് എന്നത് മറന്നു പോകാതെ നമ്മൾ ആലോചിച്ച ആ ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാവ്, ആ നാവിനെ രാവിലെയാകുമ്പോൾ സഹോദരങ്ങളെ എല്ലാ അവയവങ്ങളും ഈ നാവിനോട് പറയുന്നത്രേ, എന്താണ്? നീ സൂക്ഷിക്കണം കേട്ടോ, നീ സൂക്ഷിക്കണം. കാരണം നീ ശരിയായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ശരിയാകും എന്ന് നാവിനോട് പറയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പഠിച്ച പണ്ഡിതന്മാർ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ്, മൻ നജാതു, പ്രവാചകരെ എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാം, അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം. ഇതാണ് നിന്റെ ഏറ്റവും വലിയ വിജയം. നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കാം, അതാണ് ഏറ്റവും വലിയ വിജയം. വൽയസഅക ബൈതുക വാബിക അലാ ഖതീഅതിക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിന്റെ വീട് മതിയാകുന്നതാണ്. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നീ കരയുക. ഇവയാണ് നിനക്കുള്ള രക്ഷാമാർഗം. ഒന്ന്, നിന്റെ നാവിനെ പിടിച്ചു വെക്കാം. രണ്ട്, നീ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് നീ കരയുക. നോക്കി, മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അൽ ഗൈബതു അശദ്ദു മിനൽ സിന. അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പറയാം, അൽ ഗൈബതു അശദ്ദു മിനൽ സിന. ഗൈബ എന്ന് പറഞ്ഞാൽ അല്ലേ, അത് അശദ്ദു മിനൽ സിന, വ്യഭിചാരത്തെക്കാൾ കഠിനമാണ്. ശനി പരദൂഷണം എന്ന് പറയുന്നത് വ്യഭിചാരത്തെക്കാൾ കഠിനമാണ്. എന്തിനാണ് പറയാൻ കാരണം? സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, വകൈഫൽ ഗൈബതു അശദ്ദു മിനൽ സിന, എങ്ങനെയപ്പോ വ്യഭിചാരത്തെക്കാൾ കഠിനമായി മാറുന്നത്? അല്ലേ, ശനി പരദൂഷണം അപ്പൊ എങ്ങനെയാ അതിനേക്കാൾ വലിയ കാര്യമായിട്ട് മാറുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഇന്നർ റജുല ലയസ്നി ഫയതൂബു, തീർച്ചയായും ഒരു മനുഷ്യൻ അവൻ വ്യഭിചരിക്കുന്നു എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നു. ഫയതൂബുല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ പാപത്തിന് അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് പറയാം, ഫയതൂബു ഫയഗ്ഫിറുല്ലാഹു ലഹു, അവൻ തൗബ ചെയ്യുന്നു, അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നു. ഇന്ന സാഹിബൽ ഗൈബ, എന്നാൽ ഗൈബത്ത് ചെയ്ത മനുഷ്യനുണ്ടല്ലോ, ലാ യഗ്ഫറു ലഹു, അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയില്ല. ഏതുവരെ എന്നറിയോ? ഹത്താ യഗ്ഫിറഹാ ലഹു സാഹിബുഹു. ആരെ കുറിച്ചാണ് ഇതൊക്കെ പറഞ്ഞത്? അവൻ ഇയാൾക്ക് വിട്ടുകൊടുത്തിട്ടല്ലാതെ. നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞാല് ആദ്യം നമ്മൾ പൊരുത്തം പോയി ചോദിക്കേണ്ടത് അയാളോടാണ്. എത്ര പേരെടുത്ത് ചോദിക്കാൻ പറ്റും? ആ പൊരുത്തം കിട്ടിക്കഴിഞ്ഞിട്ട് ആര് കൊടുക്കുള്ളൂ? അല്ലാഹു കൊടുക്കും. എത്ര വലിയ ഗൗരവം! അല്ലാഹു കാത്തുരക്ഷിക്കുമാണ്. ശ്രദ്ധിക്കണം സഹോദരൻ. സ്വത്തുവിനെ കേട്ട് ഇങ്ങനെ പോകാനുള്ളതല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി മുതൽ എന്റെ ജീവിതത്തിലില്ല, ഞാൻ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്. ഇന്ന് പോയിട്ട് ഭാര്യയോട് പറയാം, അവിടെ കേട്ടത് ഇവിടെ കേട്ടതൊന്നും പറയണ്ട. മക്കൾ അത് പറഞ്ഞ് ശീലിപ്പിക്കുവാണ്. അവിടെ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുവാണ്. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, എന്തൊക്കെ ചിന്തിക്കാനുണ്ട്. നിങ്ങൾ ഓരോ പേജിൽ ഖുർആനിനെ ഉപയോഗിക്കും. എത്രയെത്ര ആലോചനകളാണ് നമുക്ക് ജീവിതത്തെ യാഥാർത്ഥ്യമായി കണ്ട് ജീവിക്കാൻ. എത്രയെത്ര ചിന്തകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തെ മറക്കുമ്പോഴാണ്
പലതിനും നമുക്ക് സമയമില്ലാതെ, യഥാർത്ഥ ജീവിതത്തിന്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചാൽ ഒന്നിനും സമയമില്ലാതെ വരും. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ളുഹറിനെ കുറിച്ച് ആലോചിക്കുക, അതിനു വേണ്ടി ഒരു ഒരുക്കം നമ്മൾ നടത്താം. ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് അസ്റിന്റെ ജമാഅത്തിന് അതിനു വേണ്ടി ഒരു തർത്തീബ് കൊടുക്കുക. അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബിന് വേണ്ടി ഒരു ഒരുക്കുണ്ടാക്കണം. മഗ്‌രിബ് കഴിഞ്ഞാൽ ഇശാഇന് വേണ്ടി ഒരുക്കുണ്ടാക്കണം. ഇശാ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ വേഗം പോയി ഉറങ്ങാൻ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം. സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിർവഹിക്കും. സഹോദരങ്ങളെ, എത്ര സുന്ദരമായി ആ റബ്ബിനെ ഓർത്ത് ആ റബ്ബിനെ ചിന്തിച്ച് പരലോക മോക്ഷത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ പല പോരായ്മകളും ന്യൂനതകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോഴാണ് പല പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുന്നത്. എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലും അന്വേഷിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അറിയുന്നത് തുറന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ മറച്ചു വെക്കാൻ പാടില്ല. ഒരാൾ വിവാഹ അന്വേഷണമായിട്ട് ഇന്ന ആളെ കുറിച്ച് അറിയും, ശരി ഇന്ന ഒരു വരനെ കുറിച്ച് അറിയണം. അപ്പൊ നമുക്കറിയാം, വളരെ പള്ളിയിൽ കാണില്ല, നിസ്കാരം ഇല്ലെന്നാണ് പൊതുവെ അറിയുന്നത്. നമ്മൾ പറയാൻ പറ്റൂല, ആ കുഴപ്പമൊന്നുമില്ല, പറ്റൂല. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് എനിക്കറിയാം, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണോട്ടോ. വിവാഹത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ചില സുലഹൊക്കെ നടക്കുന്നതിടയിൽ ചില രഞ്ജിപ്പൊക്കെ നടത്താൻ സുലഹ് നടത്താൻ പോണ ആൾക്കാർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താ? അള്ളാനെ യഥാർത്ഥത്തിൽ സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കണം. അവിടെ പറഞ്ഞ കാര്യം ഇവിടെ തല്ലി പറയിപ്പിക്കാൻ ഇവിടെ ഒന്നും പറയാൻ പാടില്ല, ശ്രദ്ധിക്കണം. സുലഹ് ഉണ്ടാക്കാൻ പോണ ആൾക്കാർ എന്ത് ചെയ്യണം? റബ്ബിനെ നന്നായിട്ട് സൂക്ഷിക്കുന്നവരായിരിക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവിടെ ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കേണ്ടി വരും. സുലഹ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശം, ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? തുറന്ന്. അപ്പൊ അവിടെ പറയുന്നത് എന്തില്ല, തെറ്റില്ല. അങ്ങനെ ചില നിബന്ധനകൾ പറഞ്ഞെടുത്ത് ഇസ്ലാം അനുവദിച്ചെടുത്തല്ലാതെ ചില ആൾക്കാർ ഇപ്പൊ പറയണെങ്ങനെ നടക്കും, ഞാൻ പരദൂഷണം എന്ന് പറയണല്ലോ കേട്ടോ, അതിന്റെ അതൊക്കെ ഇട്ടിട്ടാണ് എന്ത് ചെയ്യാം? അതൊന്നും കാര്യമില്ല. ഞാൻ ഇപ്പൊ ഏഷ്യയൊന്നും പറയണല്ല, എന്നാലും ഇപ്പൊ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊരു മറയായിട്ടിട്ടിട്ട് എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ ഇപ്പോ സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങൾ ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഓർമ്മപ്പെടുത്തേണ്ടത്. ഒന്ന്, ഈ വരുന്ന 16-ാം തീയതി പട്ടാമ്പിയിൽ വെച്ചുകൊണ്ട് ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കണം. ഇതിങ്ങനെ ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പോയി ഇരുന്നു കൊടുക്കുന്ന ഭൂരിഭാഗം സമയവും ആരുടെ മുമ്പിലാണ്? അധ്യാപകരുടെ മുമ്പിലാണ്. ശരിയല്ലേ? അതെ. ഈ അധ്യാപകർക്ക് ധാർമ്മിക ബോധവും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുറിച്ചുള്ളൊരു അവയർനെസ് കിട്ടാന്നുള്ളത് നമ്മുടെ മക്കളുടെ ഭാവിക്ക് ഒരു കാരണമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മക്കളുടെ ന്യൂനതകൾ, പോരായ്മകൾ, പണ്ടത്തെ ഒരു വിദ്യാഭ്യാസ തിയറിയും നയങ്ങളും ഒന്നുമല്ല ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകർ സ്വീകരിക്കേണ്ടത്. കാരണം പണ്ടൊക്കെ നമ്മൾ തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞ് പഠിച്ചൊരു കാലമായിരുന്നു. കാണാതെ പഠിക്കുക, പരീക്ഷ എഴുതുക. ഇന്ന് അങ്ങനെയല്ല. ഇത് അങ്ങനെ എഴുതാൻ കുട്ടികളെ കൊണ്ട് സാധിക്കുകയുമില്ല. കാരണം ശാശയുടെ മുമ്പിൽ, ശാശ സ്ക്രീനിന്റെ മുമ്പിൽ മിന്നിത്തിളങ്ങുന്ന പെട്ടെന്നുള്ള വളരെ കുറഞ്ഞ വീഡിയോകൾ ഇങ്ങനെ കണ്ട് അത്രയും നേരത്തെ ഒരു കൃത്യമായ ഇരിക്കാനുള്ളൊരു അവസ്ഥ മാത്രമാണ് കുട്ടികൾക്കുള്ളൂ. കുറെ നേരമൊന്നും കുട്ടികൾ എന്ത് ചെയ്യാൻ ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അവർക്കുള്ള സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്ലാമികമായ വൃത്തത്തിൽ കുറേയധികം കാര്യങ്ങളെ
ഈ അധ്യാപകർ ഒരുപക്ഷെ ദീനിയായി എല്ലാ നിലക്കും ബോധ്യപ്പെട്ട അധ്യാപകരൊന്നും ആയിരിക്കില്ല നമ്മുടെ കുട്ടികളെ